അസാധാരണമായ കാലാവസ്ഥാ മാറ്റത്തിലൂടെയാണ് പുതുവർഷത്തിൽ കേരളം കടന്നുപോകുന്നത്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും അധികം മഴ കിട്ടിയ ജനുവരി മാസമാണിത്. കാർഷിക കലണ്ടറിന്റെ താളം തെറ്റിയതോടെ സംസ്ഥാനത്ത് വിള ഉൽപാദനത്തിൽ 30% വരെ ഇടിവുണ്ടാകുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ആഗോള കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലും പ്രകടമായ വർഷമാണ് കടന്നുപോയത്. 2020-ൽ ശരാശരിയിലും കൂടുതൽ മഴയാണ് സംസ്ഥാനത്ത് പെയ്തത്. കാലവർഷം ശരാശരിയിലും കൂടുതൽ പെയ്തപ്പോൾ തുലാവർഷകാലത്ത് 26% മഴ കുറഞ്ഞു. ചെറിയ സംസ്ഥാനമായ കേരളത്തിലെ പല ജില്ലകളിലും പെയ്ത മഴയിൽ വലിയ അന്തരമുണ്ടായി. ഡിസംബർ 31-ന് തുലാവർഷം പിൻവാങ്ങി. വേനൽ മഴ കിട്ടുന്നത് മാർച്ച് 1 മുതൽ മെയ് 31 വരെയുള്ള കാലത്താണ്. എന്നാൽ ജനുവരി മാസം തുടക്കം തന്നെ പതിവ് തെറ്റിച്ചു. ജനുവരി മാസത്തിൽ ശരാശരി കിട്ടേണ്ടത് 8 മില്ലിമീറ്റർ മഴ മാത്രമാണ്. എന്നാൽ കഴിഞ്ഞ 10 ദിവസത്തിനിടെ മാത്രം കേരളത്തിൽ പെയ്തത് 88.6 മില്ലിമീറ്റർ മഴ. മാവ്, കശുമാവ് തുടങ്ങിയവ പൂക്കുന്ന സമയമാണിത്. കാലം തെറ്റിയ മഴ ഇവയെ സാരമായി ബാധിക്കും. നെല്ലിൻ്റെ കൊയ്ത്തിനും മഴ വില്ലനാവുകയാണ്. റബ്ബർ മരങ്ങളുടെ ഇല പൊഴിയൽ വൈകുന്നത് ഉൽപ്പാദനത്തിൽ ഇടിവുണ്ടാക്കും. ഈ സമയത്ത് അതിശക്തമായ മഴ പെയ്യുന്നത് തീർച്ചയായിട്ടും മാവിൻ്റെ ഉൽപ്പാദനത്തെ ഒരു 20-30%, മാവിൻ്റെ മാത്രമല്ല ഈ വിളകളുടെ എല്ലാ ഉൽപ്പാദനത്തെ ഒരു 20 to 30% എങ്കിലും വിളവിൽ സാരമായ കുറവുണ്ടാകും. പസഫിക് സമുദ്രത്തിൽ നിലവിലുള്ള ലാനിന സാഹചര്യത്തിനൊപ്പം ആഗോള കാലാവസ്ഥാ പ്രതിഭാസമായ മാഡൻ ജൂലിയൻ ഓസിലേഷൻ അനുകൂലമായി വന്നതും ഇപ്പോഴത്തെ മഴയ്ക്ക് കാരണമായി. അറബിക്കടലിലും തമിഴ്നാട് തീരത്തും രൂപം കൊണ്ട ചക്രവാത ചുഴിയും പല ജില്ലകളിലും അസാധാരണ മഴയ്ക്ക് വഴിവെച്ചു. നാളെയും മറ്റന്നാളും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. ചൊവ്വാഴ്ചയ്ക്ക് ശേഷം മഴ കുറയാനാണ് സാധ്യത. കിഷോർ കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.